നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. ശ്രീനാരായണപുരം പള്ളിനടയിൽ ബസ്സിടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. കൊടുങ്ങല്ലൂർ ലോകമല്ലേശ്വരം സ്വദേശി പുളിക്കത്തറ വീട്ടിൽ അയ്യപ്പനാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെ ദേശീയപാത 66 പള്ളിനടയിൽ വെച്ചായിരുന്നു അപകടം. കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന KP വിശ്വനാഥൻ അന്തരിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 83 വയസ്സായിരുന്നു. 2 തവണ UDF സർക്കാരിൽ വനം മന്ത്രിയായിരുന്നു. 6 തവണ MLA ആയി സഭയിലെത്തിയിട്ടുണ്ട്. സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിക്ക് അനുവദിക്കുന്ന തുക വർദ്ധിപ്പിക്കുമെന്നും ഇക്കാര്യത്തിൽ ജനുവരി 15-നകം തീരുമാനമെടുക്കുമെന്നും സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. തുക വർദ്ധിപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശുപാർശ നൽകിയിട്ടുണ്ടെന്നും വിശദീകരിച്ചു. തുടർന്ന് ജസ്റ്റിസ് TR രവി ഹർജികൾ ജനുവരി 16-ലേക്ക് മാറ്റി. തൃശൂർ പൂരം നടത്തിപ്പിലെ പ്രതിസന്ധികൾ ചർച്ച ചെയ്യുന്നതിന് തിങ്കളാഴ്ച തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ സംയുക്ത യോഗം ചേരാൻ തീരുമാനിച്ചു. വൈകിട്ട് 5:30-ന് കൗസ്തുഭം ഓഡിറ്റോറിയത്തിലാണ് ദേവസ്വം അംഗങ്ങൾ സംയുക്ത യോഗം ചേരുക. പൂരം നടത്തിപ്പിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമക്കുരുക്കുകളും ചർച്ച ചെയ്യും. ഏകീകൃത കുർബാന ചൊല്ലിയില്ലെങ്കിൽ കൈവെട്ടുമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്ക് ഭീഷണി കത്ത്. 15 വൈദികർക്കാണ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള കത്ത് ലഭിച്ചത്. ഡിസംബർ 25 മുതൽ ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്ന് ആവർത്തിച്ച് സീറോ മലബാർ സഭ നേതൃത്വം രംഗത്തെത്തിയിരുന്നു. കൊടുങ്ങല്ലൂരിലെ ഭക്ഷണ തെരുവ് ഇനിയും പ്രാവർത്തികമായില്ല. പ്രത്യേകം തയ്യാറാക്കിയ പാതയ്ക്കിരുവശവുമായി വ്യത്യസ്തങ്ങളായ ഭക്ഷണ വിഭവങ്ങൾ വിൽക്കുന്ന ഇടമാണ് ഈറ്റ് സ്ട്രീറ്റ്. രാജ്യത്ത് ആരംഭിക്കുന്ന 100 ഭക്ഷണ തെരുവുകളിൽ 4 എണ്ണം കേരളത്തിലാണെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിട്ടും കൊടുങ്ങല്ലൂരിൽ അധികൃതർക്ക് നിസ്സംഗതയാണ്. കേരളത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും രക്ഷയില്ലാത്ത സാഹചര്യമാണുള്ളതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. വണ്ടിപ്പെരിയാർ കേസിൽ ഗുരുതരമായ കൃത്യവിലോപം നടന്നുവെന്നും തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന സ്ത്രീശക്തി മോദിക്കൊപ്പം മഹിളാ സംഗമം ജനുവരി 2-ന് BJP തൃശൂരിൽ സംഘടിപ്പിക്കും. മാളയിലെ അജൈവ മാലിന്യ പ്ലാന്റ് വലിയ പറമ്പിൽ തന്നെ സ്ഥാപിക്കാൻ ഉറപ്പിച്ച് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. ഇതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തുടക്കം കുറിച്ചു. എന്നാൽ പ്രദേശത്ത് പ്ലാന്റ് അനുവദിക്കില്ലെന്നും അതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുമെന്നുമാണ് കോൺഗ്രസിന്റെ തീരുമാനം. കൊമ്പിടിഞ്ഞാമക്കലിൽ നിയന്ത്രണം വിട്ട ടെമ്പോ ട്രാവലർ മരത്തിലിടിച്ച് അപകടം. ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വാഹനത്തിന് പുറകിൽ വന്ന സ്കൂട്ടർ യാത്രികയ്ക്കും അപകടത്തിൽ പരിക്കേറ്റു. ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വെളയനാട് പട്ടാപ്പകൽ വീടിന്റെ മുൻവാതിൽ പൊളിച്ച് 17 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലെ പ്രതി അറസ്റ്റിലായി. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ പീച്ചി സ്വദേശി പുളിക്കൽ വീട്ടിൽ കലിക്കി എന്ന് വിളിക്കുന്ന സന്തോഷിനെയാണ് ഇരിഞ്ഞാലക്കുട DYSP TK ഷൈജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.